ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. തലേദിവസം മാവ് അരച്ച് വെക്കാൻ ടൈം ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്, അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യം ചോറാണ്. 1/2 കപ്പോളം ചോറും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ അരി കഴുകുന്ന പോലെ തന്നെ ഇത് നന്നായി കഴുകിയെടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി കഴുകിയിലേക്ക് ഈസ്റ്റ് ഇട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വെള്ളം ഇതിൻ്റെ മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വെള്ളം കളയാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു വെള്ളം നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് വേസ്റ്റ് ആക്കാതെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 കപ്പോളം ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തലേദിവസം കുതിർത്ത് വെച്ച അരിയാണ്. അപ്പോൾ രാവിലെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. രാത്രിയിൽ നമുക്ക് അരച്ചെടുക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ കുതിർത്ത് വെക്കണം. അപ്പോൾ രാവിലെ നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു കുതിർന്ന് നിന്ന് അത്ര തന്നെയാണ് കാണുന്നത്, പൊങ്ങി വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇനി നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തോടു കൂടി അരച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് പകുതിയാണ് ഞാൻ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം തന്നെയാണ് ഞാൻ യൂസ് ആക്കുന്നതും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള അരി ഇതുപോലെ അരച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി യൂട്യൂബ് ഫ്രണ്ടായ സർഫാത്ത തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ നല്ല ഈസിയാണെന്ന് തോന്നി. അവർക്കും ഉണ്ട് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ, സബ്ലൂസ് കിച്ചണാണ് അതിൻ്റെ പേര്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മൾ ഇത് അടച്ച് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. നമ്മളിത് പിന്നെ ഉണ്ടാക്കുന്നില്ല, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കറിയൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ്. നല്ലോണം പൊങ്ങി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ വെച്ചതാണ്. അപ്പോൾ ഇനി നമ്മളിതിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ദോശക്കല്ലിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായി ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യൊക്കെ ചേർത്തിട്ടോ നെയ്യോ ബട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച കറി ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബട്ടർ മഷ്റൂമാണ്. അപ്പോൾ ഈ ഒരു കറീൻ്റെ കൂടിയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിൽ അരച്ച് വെക്കാൻ ടൈമില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. രാവിലെ അരച്ച് വെച്ചാലും മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.